എല്ലാവർക്കും വിയർ റിവ്യൂലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇവിടെ റിവ്യൂ ചെയ്യുന്ന രാജ്കുമാർ ഹിരാനി അതുപോലെ തന്നെ SRK ഒന്നിക്കുന്ന ഡങ്കി എന്ന് പറഞ്ഞ ചിത്രത്തിന്റെ റിവ്യൂയും കാര്യങ്ങളാണ്. ഈ ഒരു ചിത്രത്തിന്റെ പ്ലോട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം നമ്മൾ ട്രെയിലറിൽ കണ്ട സെയിം പ്ലോട്ട് തന്നെയാണ്. കാര്യം ഇന്ത്യയിൽ നിന്ന് ഡങ്കി വഴി, അതായത് പാകിസ്ഥാനൊക്കെ കൂടി പാസ്പോർട്ട് ഇല്ലാതെ ലണ്ടനിലേക്ക് പോകുന്ന കുറച്ച് ഫ്രണ്ട്സിനെ കാണിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ഒരു ജേർണിയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മൂവിക്കകത്ത് കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ മൂവി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പണ്ട് നമ്മുടെ ഈ നാട്ടിൽ ഇതുപോലെ ഇല്ലീഗലായിട്ട് ലണ്ടനിലേക്ക് പോയിട്ടുള്ള പ്രവാസികൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവി ആയിട്ടാണ് ഈ ഒരു മൂവി എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. ഫസ്റ്റ് ഹാഫ് എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. കാര്യം ഈ ഒരു മൂവിയുടെ ഫസ്റ്റ് ഹാഫ് ഈ ഒരു പഞ്ചാബിലേക്ക് SRK കാലുകുത്തുന്ന ആ ഒരു ഇത് തൊട്ട് പടം ഭയങ്കര എൻജോയബിൾ ആണ്. ഭയങ്കര ചാർമിങ് ആയിട്ടുള്ളൊരു SRK നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാര്യം ഈ ഒരു വർഷത്തെ ഷാരൂഖ് ഖാന്റെ മൂന്നാമത്തെ ചിത്രമാണ്. ആദ്യത്തെ രണ്ടെണ്ണം ആക്ഷൻ ബേസ്ഡ് ആണെങ്കിൽ ഇത് അത്യാവശ്യം ഫീൽ ഗുഡ് നമുക്ക് പറയാൻ സാധിക്കും. അത്യാവശ്യം സ്റ്റോറി ബേസ്ഡ് മൂവിയാണ്. നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിന്റെ അകത്ത് ഒരു സീനുണ്ട്, ഇവര് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി IELTS കോച്ചിങ്ങിനൊക്കെ കയറുന്ന ഒരു സീനുണ്ട്. ആ ഒരു മൂവിയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സീൻ നമുക്ക് പറയാൻ സാധിക്കുന്ന സീനുകളാണ്. പിന്നെ അവിടെ സോങ് വരുന്നുണ്ട്, സോങ്സ് എല്ലാം കിടിലാണ്. അതുപോലെ തന്നെ ലണ്ടനിൽ ചെന്ന് കഴിഞ്ഞ ഒരു വെഡിങ് സീൻ കാണിക്കുന്നുണ്ട്, അവിടെ ഒരു കോമഡി സീൻസ് ഒക്കെ കാണിക്കുന്നു, സിറ്റുവേഷൻ കോമഡി ഇഷ്ടംപോലെ കാണിക്കുന്നുണ്ട്. ആ ഒരു കോമഡി സീൻസ് എല്ലാം ഭയങ്കര രസമായിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ രാജ്യസ്നേഹം നന്നായിട്ട് ഈ ഒരു സിനിമയെ വർക്ക്ഔട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഇതിന്റെ ഇമോഷൻ സീൻസും കാര്യങ്ങളും നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അവർക്ക് ഇതിനു മുമ്പ്, അതായത് പണ്ട് ഇതുപോലെ പോയിട്ടുള്ളവരുടെ ആ ഒരു കഷ്ടപ്പാടും അവര് ഫേസ് ചെയ്തിട്ടുള്ള ഡേഞ്ചറും കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമയിൽ നന്നായിട്ട് എടുത്തു കാണാൻ സാധിച്ചിട്ടുള്ളവർക്ക് കണ്ടു നോക്കാൻ പറ്റുന്ന ഒരു ചിത്രം തന്നെയാണ്. എന്തായാലും സലാറ്, ഇത്, അക്വാമാൻ, നേര് എല്ലാ പടം ഇറങ്ങിയിട്ടുണ്ട്. എല്ലാത്തിന്റെ ഇടയ്ക്ക് കണ്ടു നോക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പടം തന്നെയാണ് ഡങ്കി എന്ന് പറഞ്ഞ ചിത്രം. അപ്പൊ ഇത്രയൊക്കെ ഈ ഒരു വീഡിയോ പറയുന്നുള്ളൂ. ജസ്റ്റ് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.